Hi guys, welcome back. Deepak here. അപ്പോൾ അറയുടെ ഇൻട്രൊഡക്ഷനും അറയിലേക്ക് നമ്പർ ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സോർട്ടിംഗ് ടെക്നിക്കാണ് നോക്കുക. ഓക്കെ, ഫസ്റ്റ് സോർട്ട് ബബിൾ സോർട്ടാണ്. സോ ബബിൾ സോർട്ടിൽ നമ്മളിപ്പോൾ ഇത്രയും വീഡിയോ ആയി. ഈ വീഡിയോയിലെല്ലാം നമ്മൾ ചോദിച്ച ഒരേ ഒരു കാര്യം, പുതിയൊരു കാര്യം പറയുമ്പോൾ എന്തിനാണത് അല്ലെങ്കിൽ എന്തിനാണത് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടത് അങ്ങനെ. സോ അതാണ് നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ. അപ്പോൾ ബബിൾ സോർട്ട് പഠിക്കുമ്പോഴും എന്താണ് ബബിൾ സോർട്ട്, എന്തിനാണ് ബബിൾ സോർട്ട്? ബബിൾ സോർട്ട് മീൻസ് ടു അഡ്ജസ്റ്റ് നമ്പർ കമ്പയർ ചെയ്യുക. നമ്മൾ സോർട്ടിംഗ് ടെക്നിക്ക് അറിയാം. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡാറ്റയെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് കൊണ്ടുവരും. ഇപ്പോൾ സ്ട്രിംഗ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അറിയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആൽഫബറ്റിക്കലി സോർട്ട് ചെയ്യും. ഇവിടെ ഇൻഡിജർ ആണ്, സോ അസെൻഡിങ് ആണെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. അതിന് നമ്മൾ രണ്ട് അടുത്തടുത്ത അഡ്ജസന്റ് മീൻസ് അഡ്ജസ്റ്റിംഗ് ആണ്, അപ്പോൾ അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ആൻഡ് അടുത്തടുത്ത ഇൻഡെക്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് വൈ ദിസ് ഈസ് കോൾഡ് ബബിൾ സോർട്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അസെൻഡിങ് ആണ്, അതായത് നമ്പേഴ്സ് അതിന്റെ കറക്റ്റ് പൊസിഷനിലേക്ക് എന്ത് ചെയ്യും? ബബിൾഡ് അപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇത് കുറച്ച് തിയറിയാണ്. സോ രാവിലെ എടുത്ത വീഡിയോ തന്നെ തിയറി എഴുതി ബോധരിപ്പിക്കാൻ വന്നതൊന്നുമല്ല. സിമ്പിളാണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. ഓക്കെ, ദിസ് ഇസ് സിമ്പിൾ. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പറയാൻ ശ്രമിക്കണേ. ഹോപ്പ് അങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഫസ്റ്റ് നമ്മുടെ ഒരു അറയുണ്ട് 16, 17, 7, 8, 6 ആൻഡ് ദാറ്റ് ഇസ് നോട്ട് സോർട്ടഡ്. നമുക്കിത് സോർട്ട് ചെയ്തിട്ട് 6, 7, 8, 16, 17 ആക്കണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആദ്യം ജസ്റ്റ് യൂസ് എ പെൻ. ഏത് പെന്നാണോ? നമുക്ക് ഗ്രീൻ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ കമ്പയർ ചെയ്യണം. ഓക്കെ, ദീസ് ടു ഇൻഡെക്സ്, 0th ഇൻഡെക്സും ഫസ്റ്റ് ഇൻഡെക്സും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ലാർജസ്റ്റ്, ഇപ്പം ഞാൻ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നത്. സോ ലാർജസ്റ്റ് സ്മോളസ്റ്റ് ഏതാണോ അത് ഇപ്പുറത്തോട്ട് സോർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഇത് രണ്ട് കമ്പയർ ചെയ്യുന്നു. സോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. സോ നമ്പേഴ്സ് വിൽ ബി 16, 17, 7, 8, 6, റൈറ്റ്. ദെൻ അടുത്ത് എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യണം. 7 ചെറുതാണ്, അപ്പോൾ എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്യണം. സോ സ്വാപ്പിംഗ് വിൽ ബി 16 and 7, 17, 8, 6. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റ് നമ്പേഴ്സ് ആണ് കമ്പയർ ചെയ്യണം. സോ ആദ്യം നമ്മൾ 0ഉം 1ഉം നോക്കി, അത് കഴിഞ്ഞിട്ട് 1ഉം 2ഉം നോക്കി, അത് കഴിഞ്ഞിട്ട് 2ഉം 3 ആൻഡ് 8 ആണ് ചെയ്തത്. നമ്മൾ വീണ്ടും സ്വാപ്പ് ചെയ്തു. 16, 7, 8, 17, 6. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യണം? ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴും 16, 7, 8, 6, 17. ഓക്കെ, ഹിയർ ലാർജസ്റ്റ് നമ്പർ എന്ത് ചെയ്തു? അതിന്റെ ലാസ്റ്റ് കറക്റ്റ് നമുക്ക് വേണ്ട പൊസിഷൻ ഏതാണോ അതിലേക്ക് വന്നു. ഇതിനെ നമ്മൾ ജസ്റ്റ് കോളിംഗ് ഇറിറ്റേഷൻ നമ്പർ 1. ഓക്കെ, ഇറിറ്റേഷൻ നമ്പർ 1. നമുക്കത് ചെയ്തപ്പോഴേ എന്ത് കിട്ടി? ലാർജസ്റ്റ് നമ്പർ ലാസ്റ്റ് പൊസിഷൻ, അതിന്റെ കറക്റ്റ് പൊസിഷനിൽ പോയി. ഇങ്ങനെ ഓരോ നമ്പേഴ്സ് എന്ത് ചെയ്യും? ബബിൾഡ് അപ്പ് ചെയ്യും. ഇതിനാണ് നമ്മൾ ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഫോർ സെക്കൻഡ് ഇറിറ്റേഷൻ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ തുടങ്ങുന്നു. ഇപ്പൊ നമ്മുടെ അറ എങ്ങനെയാണ്? 16, 7, 8, 6, 17. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ ആദ്യത്തെ രണ്ട് നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു, ചേഞ്ച് ഉണ്ട്. സോ എന്ത് ചെയ്യും? 7, 16, 8, 6, 17. ഓക്കെ, അടുത്ത എന്ത് ചെയ്യും? അടുത്ത ഈ രണ്ട് ഇൻഡെക്സ് തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ചേഞ്ച് ഉണ്ട്. സോ 7, 8, 16, 6, 17. ഓക്കെ, പിന്നെന്ത് ചെയ്യും? ഈ രണ്ട് ഇൻഡെക്സ് തമ്മിൽ കമ്പയർ ചെയ്യും. ഈ രണ്ട് ഇൻഡെക്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴും
just 7, 8, 6, 16, 17. Okay. Then last നമ്മുടെ രണ്ട് ഇൻഡെക്സ് തമ്മിൽ കമ്പയർ ചെയ്തു. ദെൻ അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കറക്റ്റ് ആ പൊസിഷനിൽ തന്നെയാണ് വന്ന് കിടക്കുന്നത്. ഓക്കെ, കറക്റ്റാണ്. ദെൻ അടുത്ത ഇറിറ്റേഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഓൾസോ ഈ കമ്പാരിസണിലൂടെ നമുക്ക് എഴുതിയേക്കാം, പിന്നൊരു സംശയം വരണ്ട. സോ എന്ത് ചെയ്തു, ഈ രണ്ട് ഇൻഡെക്സ് കൂടെ കമ്പയർ ചെയ്യുന്നു. ആൻഡ് array will be 7, 8, 6, 16 and 17. No change. And this will be largest number, രണ്ട് നമ്പർ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ബബിൾ ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇറിറ്റേഷനിലേക്ക് പോകാം. അടുത്ത ഇറിറ്റേഷൻ നമ്പർ 3. ഇത് 2, ഇറിറ്റേഷൻ നമ്പർ 3. ഇപ്പൊ നമ്മുടെ അറേ എങ്ങനെയാണ്, 7, 8, 6, 16, 17. ഓക്കെ, ദെൻ ആദ്യം എന്ത് ചെയ്തു, ഈ രണ്ട് നമ്പർ തമ്മിൽ കമ്പയർ ചെയ്തു. ഈ നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ചേഞ്ച് ഇല്ല. സോ നമ്മുടെ അറേ ഇങ്ങനെ തന്നെ വരുന്നു, 7, 8, 6, 16, 17. ഓക്കെ, ദെൻ ഈ രണ്ട് നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യും, ചേഞ്ച് ഉണ്ട്. സോ അറേ എങ്ങനെ വരും, 7, 6, 8, 16, 17. ദെൻ അടുത്തത് ഈ രണ്ട് നമ്പർ കമ്പയർ ചെയ്യുന്നു, ചേഞ്ച് ഇല്ല. സോ അറേ വിൽ ബി 7, 6, 8, 16, 17. ഓക്കെ, ദെൻ അടുത്ത രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്യുന്നു, ചേഞ്ച് ഇല്ല. സോ 7, 6, 8, 16, 17. And this will be sorted. Okay, this will be sorted. അതിനുശേഷം അപ്പോൾ നമ്മുടെ അറേ വീണ്ടും ചേഞ്ച് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇറിറ്റേഷൻ നമ്പർ 4 എഴുതാം. കുറേ ഇറിറ്റേഷൻ ആയല്ലേ, ഞാൻ സോറി കലണ്ട് പോലെ പോയി, കുഴപ്പമില്ലെന്നുള്ളൂ. ആൻഡ് ഇറിറ്റേഷൻ നമ്പർ 4 and array will be 7, 6, 8, 16, 17. ഓക്കെ, ഫസ്റ്റ് ആദ്യത്തെ രണ്ട് ഇൻഡെക്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ആൻഡ് array will be 6, 7, 8, 16, 17. എന്നാലും നമ്മുടെ കമ്പാരിസൺ അവിടെ തീരുന്നില്ല, array സോർട്ടഡ് ആയി. ആൻഡ് അഗെയിൻ നമ്മൾ അങ്ങനെ തന്നെ 6, 7, 8, 16, 17, 6, 7, 8, 16, 17, and finally we got 6, 7, 8, 16, 17. Okay, ഇങ്ങനെ നമുക്ക് കിട്ടും. And these array will be sorted. Okay, this is 16 and this is 17. Okay, അപ്പോൾ നമുക്ക് array sorted ആയിട്ട് കിട്ടി. ഇനി ജസ്റ്റ് ഞാൻ സൂം ഔട്ട് ചെയ്യാം. നമ്മുടെ 4 ഇറിറ്റേഷൻ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഐ വിൽ ചേഞ്ച് ലിറ്റിൽ ബിറ്റ് ഹിയർ. യാ, ഫസ്റ്റ് ഇറിറ്റേഷൻ നമുക്ക് ഫസ്റ്റ് നമ്പർ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ ലാസ്റ്റ് ഫസ്റ്റിലേക്ക് വന്നു. ആൻഡ് ഫൈനലി 4 ഇറിറ്റേഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്ത് ചെയ്തു, അറേ സോർട്ടഡ് ആയി. ദെൻ ഇവിടെ നമ്മുടെ സൈസ് ദാറ്റ് ഈസ് 5 ആണ്. ബട്ട് നമുക്ക് എത്ര ഇറിറ്റേഷനേ വന്നിട്ടുള്ളൂ, 4 ഇറിറ്റേഷൻ വന്നിട്ടുള്ളൂ. ഇവിടെ i equal to 0, i equal to 1, i equal to 2 and i equal to 3. ഓക്കെ, ഇത്ര വന്നിട്ടുള്ളൂ. ആൻഡ് എത്ര കമ്പാരിസൺ, 1, 2, 3, 4 കമ്പാരിസൺ, 4 കമ്പാരിസൺ. 1, 2, 3, 4 എല്ലാത്തിലും 4 കമ്പാരിസൺ. അതായത് 4 ഇൻഡെക്സ് ഉണ്ട്, 5 ഇൻഡെക്സ് ഉണ്ട്. സോ 3 ഇറിറ്റേഷൻ നമുക്ക് വന്നിട്ടുള്ളൂ ആൻഡ് 3 ചേഞ്ച്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഒരു ഫോർ ലൂപ്പ് നമുക്ക് എഴുതാൻ പറ്റും. ഫോർ i equal to 0 തൊട്ട് i less than size minus 1. ഓക്കെ, size minus 1 നമുക്ക് 3 വരെ പോയാൽ മതി. ഓക്കെ, 3 വരെ
then I plus plus. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൂപ്പായി. ഇനി ഇതെന്താ ഇറിറ്റേഷൻ ലൂപ്പാണ്. ഇനി ഇതിൻ്റെ അകത്ത് കമ്പാരിസൺ ലൂപ്പ് കൂടെ കിടപ്പുണ്ട്. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യണം, ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം, ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം, ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇറിറ്റേഷൻ്റെ ലൂപ്പായി ആൻഡ് ദർ വിൽ ബി ഇന്നർ ലൂപ്പ് അല്ലേ, ഇങ്ങനെ ഒരു കമ്പാരിസണോട് വേണം. സോ ദർ വിൽ ബി ഫോർ ലൂപ്പ് ഇൻസൈഡ് ദാറ്റ് j equal to 0 and എത്ര കമ്പാരിസൺ, 4 കമ്പാരിസൺ. സോ j ലെസ് ദാൻ സൈസ് മൈനസ് 1. നമ്മൾ 0ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ലെസ് ദാൻ. ഇപ്പോൾ 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയാൽ മതി. ആൻഡ് j പ്ലസ് പ്ലസ്. ഓക്കെ, j പ്ലസ് പ്ലസ്. ദെൻ അതിനുശേഷം if ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞു ടു അടുത്തടുത്ത രണ്ട് ഇൻഡെക്സ് ആണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ എ ഓഫ് ഐയും എ ഓഫ് ഐ പ്ലസ് വണ്ണോടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ലൂപ്പ് ഉണ്ടായതുകൊണ്ട് അറേ ഓഫ് ഐ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ അറേ ഓഫ് ജെയും സെയിം ആയിട്ട് വേണം. സോ ജെ പ്ലസ് വൺ. ഓക്കെ, ജെ പ്ലസ് വൺ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, സ്വാപ്പ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സ്വാപ്പ് ചെയ്യാം, രണ്ട് നമ്പറിലൂടെ സ്വാപ്പ് ചെയ്യാം. അതല്ലേ നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഫസ്റ്റ് എണ്ണത്തിൽ നമുക്ക് അത്രയും വേണം, എത്ര എണ്ണം ഉണ്ടോ അത്രയും വരെ പോകണം. ഈ ഇറിറ്റേഷൻ്റെ സെക്കൻഡ് ഇറിറ്റേഷനിൽ കമ്പാരിസൺ ഈസ് വി നീഡ് ഈ സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുണ്ടോ? നമുക്കറിയാം ലാസ്റ്റ് എലമെൻ്റാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ 3 എണ്ണം പോരെ. ഓക്കെ, 3 എണ്ണം മതി. അതേപോലെ തന്നെ ഇവിടെ നോക്കി, ഇവിടെയോ ഈ കമ്പാരിസൻ്റെ ആവശ്യമില്ല, ഈ കമ്പാരിസൻ്റെ ആവശ്യമില്ല. സോ ഇവിടെ നമുക്ക് എത്ര എണ്ണം മതി, 2 എണ്ണം മതി. ഇവിടെയോ എക്സാക്ട്ലി 1 മതി. സോ ഇതിൽ നമുക്ക് പറഞ്ഞൂടെ, ജസ്റ്റ് ഐ എത്രയാണോ അത്രയും കമ്പാരിസൺ നമുക്ക് ഇവിടെ കുറച്ച് മതി അല്ലേ. ഇവിടെ 0 ആയിരുന്നു. സോ ഇവിടെ നമുക്ക് 4 കമ്പാരിസണും വേണം. ഇവിടെ 1 ആണ്. അപ്പോൾ 4 കമ്പാരിസണിൽ നിന്ന് ആ 1 കുറച്ചാൽ നമുക്ക് 3 കമ്പാരിസൺ ഇവിടെ മതി. ആൻഡ് ഇവിടെ 2 ആണ്. 4 കമ്പാരിസണിൽ നിന്ന് 2 കുറച്ചാൽ പിന്നെ 2 കമ്പാരിസൺ മതി. ഇവിടെ ഈക്വൽ ടു 3 ആണ്. അതിന് എന്താണ് കമ്പാരിസണിൽ നിന്ന് 3 കുറയ്ക്കാൻ നേരത്ത് ഒരു കമ്പാരിസൺ ഇവിടെ മതി. സോ ഇവിടെ നമുക്ക് എന്തുകൂടെ എഴുതാം, മൈനസ് ഐ എന്നുകൂടെ എഴുതാം. ഇങ്ങനെ എഴുതിയിട്ട് ഇതാണ് ബബിൾ സോർട്ടിന്റെ അൽഗോരിതം എന്ന് പറയുന്നത്. I hope this is clear and we will do it in compiler. Okay, just move to the compiler. Okay, just move it. ഇത് നമ്മൾ എന്താണ് ചെയ്ത പ്രോബ്ലം ആണ്. സോ നമുക്ക് ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ആൻഡ് പ്രിന്റ് അറ അവിടെ കിടന്നോട്ടെ, ആൻഡ് ഐ ഗ്ലോബൽ വേരിയബിൾ അവിടെ കിടന്നോട്ടെ, ആൻഡ് ഐ കോമൺ ജെ. ഞാൻ ഇവിടെ 2 വേരിയബിൾ വെച്ചു, ജെ എന്ന് പറയുന്നത്. ആൻഡ് ഐ ഓൾസോ റൈറ്റ് വോയിഡ് ബബിൾ സോർട്ട്. ഓക്കെ, ബബിൾ സോർട്ട്. എനിക്ക് ഇതിനകത്തോട്ട് ഇൻഡ് ഒരു അറേ വേണം, ആൻഡ് അറേയുടെ സൈസും വേണം. ഓക്കെ, ഇതിനകത്ത് വരുന്നതിനകത്ത് 4, ആൻഡ് ഇവിടെ നമുക്ക് ഓൾസോ ഒരു ടെമ്പററി വേരിയബിൾ വേണം, ഇൻഡ് 10. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ആ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇതെടുക്കുന്നില്ല. നമുക്ക് ഇത്രയും കൂടെ വേണ്ട. നമ്മളിവിടെ സൈസ് എടുക്കുന്നു, അറേ എടുക്കുന്നു, അറേയുടെ എലമെന്റ്സ് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ആ പറഞ്ഞ അൽഗോരിതം ഇവിടെ എഴുതാണ്. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n-1, ഐ പ്ലസ് പ്ലസ്. ദെൻ ഫോർ j ഈക്വൽ ടു 0, j ലെസ് ദാൻ n-1 മൈനസ് ഐ. ഓക്കെ, മൈനസ് 1 minus I and j plus plus. If error of I greater than error of j plus 1, അങ്ങനെയാണെങ്കിൽ ടെമ്പിനകത്തോട്ട് നമ്മൾ അറേ ഓഫ് ഐ വയ്ക്കുന്നു. അറേ ഓഫ് ഐക്കകത്തോട്ട് അറേ ഓഫ് ജെ പ്ലസ് 1 വയ്ക്കുന്നു.
then array of j plus 1 ഇതിനകത്തോട്ട് ടെമ്പിനെ വെക്കും. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ അൽഗോരിതം. ആൻഡ് നമുക്ക് നോക്കാം ഇത് വർക്ക് ആവുന്നുണ്ടോ. ഓക്കെ, ജസ്റ്റ് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബബിൾ സോർട്ട് ഫംഗ്ഷനെ വിളിക്കാം. ബബിൾ സോർട്ട്. സോ ബബിൾ സോർട്ട് my array comma size, and ഇവിടെ elements in array before sorting and elements in array after sorting. ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് റൺ ചെയ്യാം. And 5 ആണ്, and we have 16, 17, 7, 8, and we have 6, right? 6. Okay guys, അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്ത അറേ ഇതാണ്, അൺസോർട്ട് ആയി കിട്ടും. ആൻഡ് ഐ മേക്ക് സ്മോൾ ചേഞ്ച്. ഇവിടെ ഐക്ക് പകരം ഞാൻ ജെ എഴുതിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. ജെ ആൻഡ് ജെ പ്ലസ് വൺ, അല്ലെങ്കിൽ ഐ ആൻഡ് ഐ പ്ലസ് വൺ, അങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. രണ്ട് വേരിയബിൾസ് ആയിട്ട് എടുക്കണ്ട. സോ ജെ ആൻഡ് ജെ പ്ലസ് വൺ, ഇതാണ് ബബിൾ സോർട്ട്. സിമ്പിളി ഇത്രേ ഉള്ളൂ ബബിൾ സോർട്ട്. ആൻഡ് സെലക്ഷൻ സോർട്ട് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. സോ അത് നമുക്ക് വൈകിട്ടാക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കോഡ് എഴുതിയത് കുറവാണ്. നമ്മൾ ഈ ബബിൾ സോർട്ടിൻ്റെ ഫംഗ്ഷൻ മാത്രമേ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് വെച്ചിട്ടാണ്. സോ നമുക്ക് ജസ്റ്റ് ചെയ്യേണ്ട മാത്രമേ ഉണ്ടായിരുന്നു. ഞാനൊരു ഫംഗ്ഷനായിട്ടാണ് എഴുതിയത്. ഇഫ് യു വാണ്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ് മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, ഇതിപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ ലെങ്ത് കുറഞ്ഞിരിക്കും. നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. ആൻഡ് ഇതാണ് ബബിൾ സോർട്ട്. സിമ്പിൾ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സോർട്ട്, സെലക്ഷൻ സോർട്ട് ഈവനിങ് കാണാം. Till then, bye.